വീടിന് മുകളിൽ കൂടെ കൈനമുണ്ട് കൊടുത്ത് ചാടി ഭിത്തി ചാടി അകത്ത് കയറി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ കോടിയേരി കൊണ്ട് തന്നെ പത്രസമ്മേളനം നമ്മൾ നടത്തിച്ചു പിണറായി വിജയൻ. അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല, പാർട്ടി ബിനീഷ് നോക്കിക്കോണം. പിണറായിയെ ദുഷ്ടനെ പലപോലെ വളർത്തി ഇതാ വീണിരിക്കുന്നു, നിലം പരിശായിരിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ ഓഫീസും തകർന്നു, ഇവിടെ വീടും തകർന്നു, എല്ലാം തകർന്നു. ഇനി നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും പിണറായിക്ക് ചെയ്യാനില്ല മകൾക്ക്. അപ്പൊ പിണറായിയുടെ മകൾക്ക് വേറൊരു നിയമം, കോടിയേരിയുടെ മകന് വേറൊരു നിയമം. അതിന്റെ നിയമം CPM. യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പ്രമുഖൻ VS അച്യുതാനന്ദൻ. ആ നല്ല മനുഷ്യന്റെ കൂടത്തിൽ കൂടി എന്നതാണ് എന്നോടുള്ള പിണറായി വിരോധം. അല്ലാതെ ഞാനും പിണറായിട്ട് ഒരു പിണക്കവും ഇല്ല. ആ ഒറ്റ വിരോധമുണ്ട്. പിണറായി അന്ന് മുഖ്യമന്ത്രി ഞാൻ ആഗ്രഹിച്ചത് VS വന്നുകൊണ്ട് പിണറായിക്ക് 5 കൊല്ലം കൂടി താമസിച്ചു പോയില്ല, 5 അല്ല 10 കൊല്ലം കൂടി താമസിച്ചു. ആ വൈരാഗ്യമാണ് പിണറായിക്ക് എന്നോടുള്ളത്. പക്ഷെ പിണറായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്നോ എനിക്കൊന്നും അറിയില്ല. അറിയാമെങ്കിൽ ഞാൻ അതിനൊന്നും പോവുകയില്ലായിരുന്നു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പാർട്ടിയാക്കി മാറ്റി. എന്തൊരു അപമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായിസമാണ്, കമ്മ്യൂണിസം അല്ല. ഇന്നിപ്പോ ഒരു ഉദാഹരണം, MP ഗോവിന്ദൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓരോന്നോരോന്ന് ഈ പിണറായിയെ മകളെ ന്യായീകരിച്ച് നടന്നു. ഇന്നലെ എന്നാ പറഞ്ഞു എനിക്കറിയത്തില്ല, അവരോട് ചോദിച്ചോളാൻ. വീണു അടി കൊണ്ടുവന്നേക്ക് മനസ്സിലായി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പിണറായിയും കുടുംബവും വീണു എന്ന് ഗോവിന്ദന് മനസ്സിലായി. ഇനി ഗോവിന്ദൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടുകില്ല, മാർഗമില്ലാത്തതുകൊണ്ടാണ് ഗോവിന്ദൻ ഇന്നലെ അത് പറഞ്ഞു. നമുക്കറിയാം ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഒരു കർണാടക കോടതിയിലോട്ട് പോയി. ഇത് ഈ ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ദുഷ്ടൻ പന പോലെ വളരുന്ന പന ഒറ്റ ദിവസം കൊണ്ട് തകർന്ന് താഴെ വീഴുമെന്ന്. അതാണ് പിണറായിക്ക് ചേർന്നത്. പിണറായിയെ ദുഷ്ടനെ പന പോലെ വളർത്തി ഇതാ വീണിരിക്കുന്നു, നിലം പരിശായിരിക്കുക. മനസ്സിലായില്ലേ? കർണാടക കോടതിയിലോട്ട് പോകേണ്ട കാര്യം, കർണാടകത്തിൽ പോകേണ്ട കാര്യമില്ല. അവര് ഈ കേരള ഹൈക്കോടതി വളരെ സ്ട്രിക്റ്റ് ആയ തീരുമാനം വന്നപ്പോൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കോടികൾ കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ച കർണാടകത്തിൽ ചെന്ന് അവിടെ ചെന്ന് ആ ജഡ്ജി അടിച്ചു വന്ന് ആറ്റിലൊഴുക്കി വിട്ടില്ലേ. കേരള ഹൈക്കോടതിയൊക്കെ സ്ട്രോങ് ഡിസിഷൻ അവിടെ നിന്ന് ഉണ്ടായത്, ഓടിച്ചു. ഇനിയിപ്പോ എന്നാ ഒരു രക്ഷയില്ല. വേണമെങ്കിൽ അപ്പീൽ കൊടുത്ത് താമസിപ്പിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെ താമസിപ്പിച്ചാലും ജനങ്ങളുടെ മുമ്പിൽ അയാൾ രക്ഷപ്പെടില്ല. നിയമസഭ എന്റെ കൈ പരിശുദ്ധമായ കൈയും വെച്ചോണ്ടെന്ന് കർണാടകത്തെ കോടതി പോയി ഉത്തരം പറയണ്ടേ? ഇവിടെ ഓഫീസും തകർന്നു, ഇവിടെ വീടും തകർന്നു, എല്ലാം തകർന്നു. ഇനി നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും പിണറായിക്ക് ചെയ്യാനില്ല മകൾക്ക്. 1.72 കോടി രൂപ എന്തിനു മേടിച്ചു പറയണ്ടേ? വളരെ വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുക. അതിന് അത് ഒളിച്ചു വെക്കാനും പറ്റില്ല, മറയ്ക്കാനും പറ്റില്ല. DYFI എന്ന സംഘടനയുടെ FIO എന്ന സംഘടന അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ കമ്മിറ്റിയാ. അതിത് ഇപ്പൊ ഈ അന്വേഷണത്തിന് 6 സമിതിയാണ് വന്നിരിക്കുന്നത്. 6 സമിതിയുടെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ചിദംബരം ഉണ്ടല്ലോ, ചിദംബരത്തിനെയും മകനെയും വീടിന് മുകളിൽ കൂടെ കൈനമുണ്ട് കൊടുത്ത് ചാടി ഭിത്തി ചാടി അകത്ത് കയറി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പിണറായിയുടെയും മകളുടെയും ഗതി എന്താണെന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച അങ്ങനെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കില്ല. വളരെ സശ്രദ്ധ ഉദ്യോഗസ്ഥനാണ്. അവർ 6 പേരും മുഴുവൻ റെക്കോർഡും എടുത്തു കഴിഞ്ഞു. ഈ കോടതി കൂടെ പോയി കുറച്ചു ദിവസം താമസിപ്പിക്കാന്നുള്ളതല്ല ഒരു നേട്ടം കിട്ടുകയില്ല. സെൻട്രൽ ജയിലിലേക്ക് പോകാൻ തയ്യാറാകുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യാനില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 57 തുടങ്ങിയ കമ്മ്യൂണിസം ഏതായാലും പിണറായി വിജയൻ ഈ 2024 അവസാനിപ്പിക്കുന്നു എന്നത് വലിയൊരു സംഭവമാണ്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകത ചൈന EMS എന്താ പറഞ്ഞത്? ചൈന കയറി ഇന്ത്യ ആക്രമിച്ചപ്പോൾ അവര് ഇന്ത്യയോട് സ്നേഹമുണ്ടോ അവർക്ക്? അവർ പറഞ്ഞ എന്താ? ഇന്ത്യയുടെ നിന്ന് ചൈനയുടെ എന്ന് പറയുന്ന പ്രദേശത്തോട് യുദ്ധം നടക്കുന്ന പറഞ്ഞാണ് EMS. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാര്യം. പിന്നെ എങ്ങനെ നന്നാവും? അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തോടോ ഇന്ത്യയോടോ സ്നേഹമുള്ളവരല്ല. പിണറായി വിജയനും സെറ്റും ഇപ്പൊ കേരളത്തെ സ്നേഹിക്കുന്നില്ല. കേരളം കൊള്ളയടിക്കാൻ വേണ്ടി അധികാരത്തിൽ കയറുന്നതാണ്. ഇത് കേരളത്തിലെ പാവപ്പെട്ട ജനം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഏതായാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നായിട്ട് പോയിട്ടും ഈ കാര്യത്തിൽ രക്ഷ കിട്ടിയില്ല. കോടതിയുടെ മുമ്പിൽ തകർന്നു. ഇപ്പൊ പിണറായി അകത്ത് പോകാൻ പോകുന്നു, കോൺഗ്രസിൽ ചില മാന്യന്മാരകത്ത് പോകാൻ പോകുന്നു. ആരൊക്കെ കൈക്കൂലി മേടിച്ചോണ്ടവനൊക്കെ അകത്ത് വരും. അത് കാണാനുള്ള ഭാഗ്യം കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാവും. അതോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ആ വ്യക്തിത്വം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് PCOR വിശ്വസിക്കുന്നത്. അതായത് ബിനീഷിന്റെ പേരിൽ ഒരു പരാതി വന്ന് കേസായി, ശരിയോ തെറ്റോ നോക്കിയിട്ടെ. അപ്പൊ പാർട്ടി തീരുമാനം എടുത്തേതാ? അത് ബിനീഷിന്റെ സ്വന്തം കാര്യമാണ്, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു.
കോടിയേരി കൊണ്ടുതന്നെ പത്രസമ്മേളനം നമ്മൾ നടത്തിച്ചു പിണറായി വിജയൻ. അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല, പാട്ട് ബിനീഷ് നോക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ പിണറായിയുടെ മകളെ പറ്റി കേസും പഴക്കം വന്നപ്പോ എന്തുകൊണ്ടാ പാർട്ടി മകള് തീരുമാനിച്ചോണെന്ന് പറയാതെ അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നിയമസഭയിലും പറഞ്ഞ കേസുമായിട്ട് പോയത്? എന്തൊരു നാണക്കേടാ. അപ്പൊ പിണറായിയുടെ മകൾക്ക് വേറൊരു നിയമം, കോടിയേരിയുടെ മകന് വേറൊരു നിയമം. അതിന്റെ നിയമം CPM. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഒന്നാമത് ചൈനീസ് പക്ഷപാതമാണ്. ചൈന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു രാജ്യമല്ല. ആ ചൈനയുടെ കൂടത്ത് കൂടിക്കൊണ്ട് ഇന്ത്യ തകർന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കേരളത്തിലെ വികസനം മുഴുവൻ തകർത്തതാരാ? കുട്ടനാടില് അന്ന് കാളപൂട്ടുണ്ട്. കാളപൂട്ടിയ പാടങ്ങൾ മുഴുവൻ തീരുകയില്ലാത്തതുകൊണ്ട് ട്രാക്ടർ കൊണ്ടുവന്നു. ആ ട്രാക്ടർ അടിച്ചു പറിച്ച് ഒരിക്കലും ട്രാക്ടർ അനുവദിച്ചില്ല. ഇവിടെ കൃഷി ചെയ്യേണ്ട, പാടത്ത് കൃഷി ചെയ്യണമെങ്കിൽ കാള പൂട്ടിയാൽ മതി എന്ന് വഴക്കുണ്ടാക്കിയ മരയന്മാര്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. ആ കമ്പ്യൂട്ടർ അടിച്ചു തകർത്തില്ല. കമ്പ്യൂട്ടർ ഒന്നും ഇവിടെ പറ്റുക, കേരളത്തിൽ കമ്പ്യൂട്ടർ വേണ്ടെന്നാ പറയും. ഇപ്പൊ ഇതെല്ലാം കൊള്ളാമെന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ ഗുണമുണ്ടൊരു മാറ്റം എന്നാലോചിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അപകടമാണ്. കേരളത്തെ തകർത്തു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, അക്ഷരാഭ്യാസം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ പോലും നമ്മുടെ മുകളിലായി. നമ്മള് 4,50,000 കോടി രൂപ കടമായിട്ട് ഇങ്ങനെ വഴി കിടന്ന് നടക്കുക. എന്തൊരു കഷ്ടകാലം ഇത്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ കപട രാഷ്ട്രീയക്കാരെ മുഴുവൻ അടിച്ചു പുറത്താക്കണം. ഇവിടുത്തെ LDF UDF കണക്കായി മാറിയിരിക്കുന്നു. ആ കാര്യം LDF UDF പ്രവർത്തകർ മനസ്സിലാക്കി ശരിയോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകണമെന്നാണ് എന്റെ അഭ്യർത്ഥന.